മഹാന്മാരുടെ ഖബറുകൾ സിയാർത്ത് ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. അതിൻ്റെ ഭൗതികവും അഭൗതികവുമായിട്ടുള്ള ധാരാളം പ്രതിഫലം, ധാരാളം ഗുണങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ സിയാർത്ത് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് സാധാ നടത്തം നടക്കാതെ പിന്നിലോട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രൂപം കാണപ്പെടാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരീഅത്തിൽ സുന്നത്തായ ഒരു നടത്തമൊന്നുമല്ല. സാധാരണ എങ്ങനെയാണോ നമ്മൾ നടന്നു പോകാറുള്ളത് ആ രൂപത്തിൽ തന്നെ തിരിഞ്ഞുകൊണ്ടാണ് നടക്കേണ്ടത് എന്നാണ്. പിന്നിലേക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു ശൈലി ശരീഅത്തിലില്ല. ഫുഖഹാക്കൾ ഇത് വളരെ വിശാലമായിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മാന്യത കാണിക്കേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷരീഫായ ഹുജറത്തു ഷരീഫയിലാണല്ലോ. അവിടുന്ന് സിയാർത്ത് ചെയ്ത് നടന്നു മടങ്ങിപ്പോകുന്നതിനെ സംബന്ധിച്ച് ഫുഖഹാക്കളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആ ഒരു സ്ഥലത്ത് കൂടുതൽ അദബ് കാണിക്കേണ്ട സ്ഥലം അതാണല്ലോ എന്ന നിലയ്ക്കും അവിടേക്ക് വിശാലമായിട്ട് പറയുന്നത് തിരിഞ്ഞു നടക്കേണ്ടത് സാധാരണ രൂപത്തിലെന്നാണ്. നമുക്കത് ഷർവാനിയിലും അലിയിലും നിഹായിലും ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ചില രൂപങ്ങളൊന്നും സ്വീകരിക്കാതെ സാധാരണ നമ്മൾ അവിടേക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണോ ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യുക. അദബ് കൂടുന്നത് ഒരു നിലയ്ക്ക് അത് നമ്മുടെ ശരീരത്തിൽ ബിദ്അത്ത് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ കാണിക്കേണ്ട ശരീഅത്തിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ നല്ലത് ശരീഅത്തിലുള്ളതിൽ നമ്മൾ അദബ് കാണിക്കുക എന്നല്ലേ. അതുകൊണ്ട് മഖ്ബറയിലേക്ക് ചെല്ലുന്ന സമയത്ത് സലാം ചൊല്ലിക്കൊണ്ട് അവിടേക്ക് വേണ്ടിയിട്ട് ഫാത്തിഹ ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ലോക വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹലാല ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാകാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നടത്തം സാധാരണ പോലെ തന്നെ ആക്കാനും ശ്രദ്ധിക്കുക.